ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ ഇപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് ആഡോമിനസ് എന്ന പരസ്യ കമ്പനിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു ആഡോമിനസ് എന്ന കമ്പനിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഏതൊരു വർക്കാണെങ്കിലും നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലേ? എന്താണ് ഈ ഒരു ആഡോമിനസ് എന്നുള്ളൊരു കമ്പനി? ഇത് ജെനുവിൻ ആണോ? എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം? എത്രയൊക്കെയാണ് ഇൻകം കിട്ടുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ടോ? ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം കാര്യങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം. ആദ്യമേ പറയാം, ഇതൊരു MLM കമ്പനിയല്ല. അതായത് ഒരുപാട് ആളുകളെ നമ്മൾ വിളിച്ച് കയറ്റുന്ന ഒരു മണി ചെയിൻ പ്ലാറ്റ്ഫോം അല്ല ആഡോമിനസ്. അപ്പോൾ എന്താണ് ഈ ഒരു ആഡോമിനസ് എന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയേണ്ടത് അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ്, അതിനുള്ള ആൻസേഴ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ആഡോമിനസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റൈറ്റപ്പ് ഒന്ന് വായിക്കാം. ആഡോമിനസ് എന്നത് ഒരു ഓൺലൈൻ അഡ്വർടൈസിങ് കമ്പനിയാണ്. കൊല്ലം ആസ്ഥാനമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്. അതായത് മറ്റുള്ള കമ്പനികളിൽ നിന്നും പരസ്യങ്ങൾ വാങ്ങിക്കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആഡോമിനസ് എന്നൊരു പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കരുതുന്നുണ്ടാകും, ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോം കേട്ടിട്ടുണ്ടാകും അല്ലേ? പരസ്യങ്ങൾ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടും. പക്ഷേ അതിൽ നിന്നൊക്കെ ആഡോമിനസിനെ വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ആഡോമിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു അഡ്വർടൈസിങ് കമ്പനിയാണ്. നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നത്. കൂടുതൽ ആളുകളിലേക്ക് മറ്റുള്ളവരുടെ പരസ്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും എന്താണ് ആഡോമിനസിനെ വ്യത്യസ്തമാക്കുന്നത്? നമ്മൾ ഒരുപാട് സ്റ്റാറ്റസ് വർക്കുകൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാകും. അവിടെ നമുക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകും. 2000 രൂപ 3000 രൂപ ഒക്കെ കൊടുത്ത് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഇൻകം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന 100 രൂപ മാത്രമാണ് ആഡോമിനസിൽ നമുക്ക് ആക്ടിവേഷൻ ഫീസ് ആയിട്ടുള്ളൂ. അല്ലാതെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. രണ്ടാമതായിട്ട്, മറ്റുള്ള അഡ്വർടൈസിങ് കമ്പനികൾ സ്റ്റാറ്റസ് വെക്കുന്നതിന് 2 രൂപ 3 രൂപ മാത്രം കൊടുക്കുന്ന സമയത്ത് ആഡോമിനസ് ഓരോ ദിവസവും 20 രൂപയാണ് സ്റ്റാറ്റസ് ഇൻകമായിട്ട് കണക്കാക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, നമുക്ക് എങ്ങനെ ഇതിലേക്ക് ആക്റ്റീവായിട്ട് വരാം അല്ലെങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ യൂസർ ID ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്കിവിടെ ആക്റ്റീവ് ആവാൻ പറ്റുന്നത്. അവരുടെ റഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആരാണോ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ ആരാണോ ഈ ഒരു ആഡോമിനസിൽ വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾക്ക് അറിയുന്നത്, അവരിൽ നിന്നും ഒരു റഫറൽ ലിങ്ക് വാങ്ങാം. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അവിടെ നമ്മുടെ പേര്, ഇമെയിൽ ID, നമുക്ക് സ്റ്റാറ്റസ് വെക്കുന്ന കോൺടാക്റ്റ് നമ്പർ, നമ്മുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്കൊരു പ്ലാറ്റ്ഫോം അവിടെ ഓപ്പൺ ആയിട്ട് വരും, നമ്മുടെ ഡാഷ്ബോർഡ്. അവിടെ ഒരു QR കോഡ് കാണും. അത് സ്കാൻ ചെയ്യുക, നമ്മുടെ 100 രൂപ പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ ആയാൽ നമ്മുടെ ID ഇവിടെ ആക്റ്റീവ് ആകുന്നതാണ്. ID ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് എന്താണ് നമ്മുടെ വർക്ക് എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ 100 രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാറ്റസ് വെക്കലാണ് നമ്മുടെ വർക്ക്. അതെങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് കിട്ടും എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റാറ്റസ് വ്യൂവിന് 20 രൂപയാണ് കമ്പനി കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ ആളുകളിലേക്ക് എത്തണം എങ്കിൽ മാത്രമേ പുതിയ പുതിയ കമ്പനികളിൽ നിന്നും നമുക്ക് കൂടുതൽ വർക്കുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ സ്റ്റാറ്റസ് ഇൻകം 20 രൂപ വെച്ചിട്ട് ഒരു മാസത്തേക്ക് നമുക്ക് കിട്ടേണ്ടത് 600 രൂപയാണ്. ആ 600 രൂപ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ 3 പേരെയെങ്കിലും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതായത് നിങ്ങളുടെ റഫറൽ ID ഉപയോഗിച്ചുകൊണ്ട് 3 പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരികയും അതുവഴി നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുകയും ചെയ്യുക.
അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം 100 രൂപ കൊടുത്തു ഐ ഡി ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു 3 മെമ്പേഴ്സിനെ നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. അവരും നമ്മളും കൂടെ ചേർന്നിട്ട് മിനിമം ഒരു 10 മെമ്പേഴ്സിനെ ഉണ്ടാക്കുക. നമ്മളും അത് കൂടാതെ നമ്മുടെ 3 മെമ്പേഴ്സിന് 3 ആൾ വന്നിട്ട് 9 പേര് വന്നു കഴിഞ്ഞാൽ 3 ലെവലിന് 3 ആളും നമ്മൾ അടക്കം 10 പേരായി കഴിഞ്ഞാൽ നമുക്ക് 250 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞു നമ്മുടെ നെക്സ്റ്റ് ലെവൽ ആ വന്ന 9 പേർക്ക് 3 ആളുകളായി കഴിഞ്ഞാൽ നമുക്ക് 600 രൂപയും വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ടോട്ടൽ 39 പേരടങ്ങുന്ന ഒരു ടീം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 പേര്, പിന്നത്തെ 9 പേര്, പിന്നെ വന്ന 27 പേര് എല്ലാവരും ചേർന്നിട്ട് 39 പേരടങ്ങുന്ന ഒരു ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 600 രൂപ നമ്മുടെ സ്റ്റാറ്റസ് ഇൻകവും പ്ലസ് 900 രൂപ നമുക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവും കൂടിയിട്ട് നമ്മൾ ബോണസും കൂടി ചേർത്തിട്ട് 1500 രൂപ ഏൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു മാസം മാത്രമല്ല നമുക്ക് 1500 രൂപ കിട്ടുന്നത്. ഈ ഒരു 39 പേരുള്ള ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എല്ലാ മാസവും നമുക്ക് 1500 രൂപ ഏൺ ചെയ്യാം. പിന്നീട് നമ്മൾ കൂടുതൽ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി സ്റ്റാറ്റസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 3 പേരെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരാം, അവർ വരുന്ന 3 പേരെ കൊണ്ടുവരാം, അങ്ങനെ 39 പേരടങ്ങുന്ന ഒരു ടീം ബിൽഡ് ചെയ്യുക. ഇനി അവിടെയും തീരുന്നില്ല ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന ഒരാൾ 39 ആളുകളെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ആ 3 പേരും 39 പേരടങ്ങുന്ന ഒരു ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 4500 രൂപ ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാറ്റസ് ഇൻകം ഉൾപ്പെടെയാണ് ഈ ഒരു 4500 പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന 3 പേര് 39 പേരടങ്ങുന്ന ഒരു ടീം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും 4500 രൂപ വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആളുകൾ വരുന്നുണ്ട്, നല്ല ജെനുവിനാണ് ആളുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഐ ഡി ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ നമുക്ക് നിലവിൽ ഒരുപാട് ആളുകളെ നമ്മുടെ ഐ ഡിയിൽ മാത്രം രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. 3 പേര് കഴിഞ്ഞിട്ടും നല്ലൊരു വർക്കാണ്, നമുക്ക് കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് അവരെ കൊടുത്തുകൊണ്ട് ടീം ബിൽഡ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നമ്മൾ മാത്രമല്ല ഇവിടെ വളരുന്നത്, നമ്മുടെ കൂടെ വന്നവരെ കൂടി നമ്മൾ വളർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് 600 രൂപയാണ് സ്റ്റാറ്റസ് ഇൻകം കിട്ടേണ്ടത്. അത് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് മാത്രം വെച്ചാൽ പോരാ, മിനിമം 10 പേരെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് 250 രൂപ വിഡ്രോ ചെയ്യാം. 28 പേരുള്ള ഒരു ടീം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ 600 രൂപയും വിഡ്രോ ചെയ്യാം. പിന്നെ 39 പേരുള്ള ഒരു ടീം ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1500 രൂപ മന്ത്ലി സാലറി ആയിട്ട് തന്നെ വാങ്ങാം. അതിൽ ചെറിയൊരു സർവീസ് ചാർജ് പോകുന്നുണ്ട്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 പേര് 39 പേരുള്ള ഒരു ടീം ആക്കി കഴിഞ്ഞാൽ 4500 രൂപ നമുക്ക് മന്ത്ലി സാലറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിവിടെ ഓരോ ലെവൽസും അതിന് ഓരോ പറയുന്ന പേരുകളുമുണ്ട്. ലെവൽ 1 എന്ന് പറയുന്നത് നമ്മൾ 3 പേരെ ജോയിൻ ചെയ്യിക്കലാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പേര് ക്ലബ് മെമ്പർ എന്നാണ്. ലെവൽ 2 അതായത് നമ്മൾ കൊണ്ടുവന്ന 3 പേരും 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ സ്റ്റാർ ക്ലബ്ബ് മെമ്പറായി മാറും. പിന്നെ ലെവൽ 3 അതായത് അവരെല്ലാവരും 3 പേരെ കൊണ്ടുവന്ന് നമ്മുടെ 3rd ലെവൽ ആകുമ്പോൾ നമ്മളവിടെ ഷൈൻ സ്റ്റാർ ക്ലബ് മെമ്പർ ആകും. അങ്ങനെയാണ് നമുക്ക് 1500 രൂപ മന്ത്ലി വെച്ച് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ കൊണ്ടുവന്ന 3 പേര് 39 പേരെ വെച്ചിട്ട് അതായത് അവരൊക്കെ 1500 രൂപ വാങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ റോയൽ ക്ലബ് മെമ്പർ ആകും. അങ്ങനെയാണ് 4500 രൂപ നമുക്ക് എല്ലാ മന്തിലും കിട്ടുന്നത്. ശരിക്കും ഏതൊരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം പ്ലാനാണ് അഡോമിനസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്റ്റാറ്റസിന് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്, ഒരുപാട് പേരെ റെഫർ ചെയ്യണമെന്നില്ല. സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് മാത്രം നമുക്കിവിടെ ഏൺ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ഏണിങ്സ് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് അത് എത്തുന്നത്, അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കണം, ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കേണ്ടതുണ്ടോ, ഗൂഗിൾ പേ മതിയാകുമോ എന്നൊക്കെ ആയിരിക്കും നെക്സ്റ്റ് നമ്മുടെ ഒരു സംശയം. അതിൻ്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. അതായത് നമുക്ക് സാധാരണയായിട്ട് കമ്പനി പേയ്മെൻറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ ബാങ്കിലേക്ക് മാത്രമാണ്. കാരണം നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമുകളും അറിയാം അല്ലേ, നിയമപരമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഇട്ട് തരുന്നത്. അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കേണ്ടതും ടാക്സ് ഒക്കെ അടക്കേണ്ടതായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഈ ഒരു ഓൺലൈൻ വർക്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ അഡോമിനസ് പ്ലാറ്റ്ഫോം വിഷമിപ്പിക്കുന്നില്ല.
നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരുപാട് ആളുകളാകുന്ന സമയത്ത് എല്ലാവരുടെ നമ്പറിലേക്കും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിബിളായ ഒരു കാര്യമല്ല. അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന ഒരു സൂപ്പർ സ്പോൺസർ ഉണ്ടാകുമല്ലോ, നിങ്ങളുടെ ഒരു ടീം ലീഡർ. അവർക്ക് ഇപ്പോൾ നമ്മുടെ ടീമിൽ ഒരു 10 പേരുണ്ട്. ആ 10 പേർക്ക് ഗൂഗിൾ പേ മതി എന്നാണെങ്കിൽ എല്ലാവരുടെയും കൂടി പൈസ ഈ ഒരു സ്പോൺസർക്ക് ഇട്ട് കൊടുക്കും. അവർ അവരുടെ ടീമിന് അത് വീതിച്ചു കൊടുക്കും. നിങ്ങളുടെ സ്പോൺസറെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കാം. ഇനി എങ്ങനെയാണ് നമ്മുടെ വിഡ്രോവൽ വരുന്നത്? നമ്മൾ ഏത് ഡേറ്റിനാണോ ജോയിൻ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ്, അതായത് ജനുവരി 20-നാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ഫെബ്രുവരി 20 വരെ നമ്മൾ സ്റ്റാറ്റസ് വെച്ചത് 21-ന് നമുക്ക് വിഡ്രോ ചെയ്യാം. ഇനി ജനുവരി 15-നാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, അതായത് ID ആക്ടിവേറ്റ് ചെയ്യുന്നത്, 100 രൂപ കൊടുത്തിട്ട് ആക്റ്റീവ് ആകുന്നതെങ്കിൽ ഫെബ്രുവരി 15 വരെ നമ്മൾ ചെയ്തത് 16-ന് നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ തന്നെ വിഡ്രോ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ കൂടി നോക്കണം. ഇത്ര ആളുകൾ നിങ്ങളുടെ ടീമിൽ ഉണ്ടാക്കണം എന്ന ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് വിഡ്രോവലേക്ക് വരുന്നത്. ഇനി അടുത്ത നമ്മുടെ ഒരു സംശയമായിരിക്കും, നമുക്ക് എങ്ങനെയാണ് ഇത് വെക്കാനുള്ള പരസ്യങ്ങൾ കിട്ടുന്നത്, ആരാണ് നമുക്കൊരു പരസ്യങ്ങൾ തരുന്നത് എന്നുള്ളത്. നിങ്ങളിവിടെ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളെ ആക്റ്റീവ് ആക്കിയ ആളുകൾ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരും. ജസ്റ്റ് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ജനറൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. നമുക്ക് സ്റ്റാറ്റസ് വെക്കാനുള്ള പരസ്യങ്ങൾ അതിലേക്ക് വരും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പരസ്യങ്ങൾ ഇതൊക്കെയാണ്. ഇതുപോലെ മറ്റുള്ള കമ്പനികൾ തരുന്ന വർക്കിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ആരെങ്കിലും അത് കണ്ട് ജോയിൻ ആകും, അവർക്കൊരു ബിസിനസ് അവിടെ നടക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകളിൽ നിന്ന് പരസ്യം വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയും പരസ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കൃത്യ ടൈമിൽ സ്റ്റാറ്റസ് വെക്കാം. നമുക്ക് 10 വ്യൂ ഉള്ളവർക്കും 100 വ്യൂ ഉള്ളവർക്കും 1000 വ്യൂ ഉള്ളവർക്കും ഒക്കെ ഈ ഒരു 20 രൂപയാണ്. അപ്പോൾ എത്ര വ്യൂ നമുക്കുണ്ട് എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ 3 പേരെ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അന്ന് രാത്രിക്ക് മുന്നേ ഇത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പോൾ 5 പരസ്യങ്ങളാണെങ്കിൽ 5ഉം സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മളൊരു നമ്പർ കൂടി തരും. ആ ഒരു നമ്പറിലേക്ക് എല്ലാ ദിവസവും അതിൻ്റെ സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് അയച്ചു കൊടുക്കാം. ഇനി ചില ആളുകൾ സ്ക്രീൻഷോട്ട് അയച്ച ഉടനെ ആ ഒരു പരസ്യം ഡിലീറ്റ് ചെയ്ത് കളയും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇത് പുതുതായിട്ട് വന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം വളരുമ്പോഴാണ് നമുക്ക് വളരാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വളർത്തേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആർക്കെങ്കിലും അതൊരു ഉപകാരപ്പെടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ സ്റ്റാറ്റസിൻ്റെ ടൈം കഴിയുന്നത് വരെ നമ്മളത് വെക്കാൻ വേണ്ടി നോക്കുക. മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക. ആ ഒരു ടൈമിലാണ് നമുക്കും ഈ ഒരു കമ്പനിക്കും വളരാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് വെക്കാനുള്ള കാര്യങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓരോ ദിവസവും നമ്മൾ തരുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇനി ഇൻ കേസ് നമ്മൾ കുറച്ച് നാൾ അയക്കാതിരുന്നു, നമ്മുടെ നെറ്റ് തീർന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കേടായി എന്നാണെങ്കിൽ അവരതൊരു റാൻഡം ചെക്ക് ചെയ്യും. അതായത് ചില ദിവസങ്ങളിൽ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അതുകൊണ്ടാണ് നമ്പറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെച്ചിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കമ്പനി നിങ്ങളെ കോൾ ചെയ്തിട്ട് കാര്യം ചോദിക്കും. ശരി, അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ പേയ്മെൻറ്റ് നമുക്ക് കട്ട് ചെയ്യും. പിന്നെ ചിലവർക്കുള്ള സംശയമായിരിക്കും, എനിക്കൊരു സാധാ നോക്കിയ ഫോണാണ്, എനിക്കത് വെച്ചിട്ട് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയൊന്നും പറ്റില്ല. അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാതെ ടീം ക്രിയേറ്റർ ആയിക്കൊണ്ട് വർക്ക് ചെയ്യാം. നമ്മുടെ ഈ സ്റ്റാറ്റസ് ഇൻകം ആണ് 600 രൂപ, നമ്മുടെ ബെനിഫിറ്റ് ആണ് 900 രൂപ. അങ്ങനെയാണ് ഈ ഒരു 1500-ൻ്റെ കണക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് വെക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ആ ഒരു 600 രൂപ കട്ട് ചെയ്യും. നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്തതിൻ്റെ ആ ഒരു 900 രൂപ നിങ്ങൾക്ക് 39 പേരിലൊക്കെ ഉള്ള ടീം ആക്കിയാൽ അത് കിട്ടുന്നതാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന എമൗണ്ട് ആണിത്. സ്റ്റാറ്റസ് വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ടീം ബിൽഡ് ചെയ്യാം, അല്ലാത്തവർക്ക് സാധാ ഇപ്പോൾ ഇതുപോലെ ചെറിയ സെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും.
അടുത്തതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംശയമായിരിക്കും, നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്തെങ്കിലും മീറ്റോ കാര്യങ്ങളോ ഉണ്ടാകുമോ, നമുക്കിത് ഓഫ്ലൈനായിട്ട് എവിടെയെങ്കിലും പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്നും കൂടി ജെനുവിനിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സീനിയർ പേഴ്സണോട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും അല്ലേ. നമ്മളൊരാൾ പറഞ്ഞത് കൊണ്ടോ ഒരു വീഡിയോ കണ്ടത് കൊണ്ടോ മാത്രം ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഓൺലൈൻ വർക്ക് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഈ ഒരു കമ്പനിയുടെ പ്രോഗ്രാം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓൺലൈൻ തന്നെയാണ്, എവിടെയും ഓഫ്ലൈനായിട്ട് പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മീറ്റ് അറേഞ്ച് ചെയ്യാറുണ്ട്, ഓൺലൈനിൽ വഴി തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്ലബ്ബ് ഹൗസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി സൂം മീറ്റ് വഴിയൊന്നും അല്ല നമുക്കിവിടെ മീറ്റ് നടക്കുന്നത്, ഈ ഒരു ക്ലബ്ബ് ഹൗസിലൂടെയാണ്. ഈ ഒരു ക്ലബ്ബ് ഹൗസിനെ പറ്റിയിട്ട് കൂടുതൽ ആളുകൾക്ക് അറിയില്ല, എന്നാൽ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ മീറ്റിനൊക്കെ ആണെങ്കിൽ അതിന് ഇത്ര ലിമിറ്റ് ഉണ്ട്, നമുക്കൊരു 100 പേർക്ക് ഒരു വേർഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിന് ഇത്ര കണക്കുണ്ട്. എന്നാൽ ഈ ഒരു ക്ലബ്ബ് ഹൗസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ടൈം ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു അഡോമിനസ് എന്നുള്ള കമ്പനി അതിൻ്റെ മീറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ക്ലബ്ബ് ഹൗസിലൂടെയാണ്. ഈ ഒരു ഹാൻഡ് റൈസിൻ്റെ ഒരു ചിഹ്നം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ക്ലബ്ബ് ഹൗസ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഇൻസ്റ്റാൾ എന്നാണ്. ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഓപ്പൺ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ക്ലബ്ബ് ഹൗസിലേക്ക് നിങ്ങൾ ജോയിൻ ആകാം. നമ്മുടെ നമ്പർ കൊടുത്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്യണം, അത്ര മാത്രമേ ഇത് ഓപ്പൺ ആക്കാൻ പണിയുള്ളൂ. നമുക്ക് സാധാ നമ്പറാണെങ്കിലും ഇനി ഇന്ത്യൻ നമ്പറോ അല്ലെങ്കിൽ UAE നമ്പറോ ഏത് രാജ്യത്തെ നമ്പറാണെങ്കിലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്കൊരു കോൾ വരും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും, അതുവഴി നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ക്ലബ്ബ് ഹൗസിലാണ്. നമ്മുടെ സീനിയർ ആയിട്ടുള്ള സാറ് ക്ലാസ് എടുത്ത് തരും. നിങ്ങളുടെ ഏത് ഡൗട്ടും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ സംശയങ്ങളും ചോദിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും അഡോബിനസ് പ്ലാറ്റ്ഫോം നമുക്ക് അവസരം നൽകുന്നുണ്ട്. നമ്മുടെ ടീമിൽ എത്ര പേര് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻകം എത്രയാണ് എന്നൊക്കെ നമ്മൾ എവിടെയാണ് സെർച്ച് ചെയ്ത് നോക്കുന്നത്, എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ID വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള പേജ് വരുന്നതിന് താഴെ ക്ലിക്ക് ടു ലോഗിൻ ഉണ്ടാകും. അവിടെ നമ്മുടെ യൂസർ ID പാസ്വേഡ് കൊടുത്തിട്ട് ഒന്ന് ലോഗിൻ ചെയ്യാം. നമുക്ക് ഗൂഗിളിൽ തന്നെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ എൻ്റെ വാലറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ട്രീ വ്യൂ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ആക്റ്റീവാണ്. അതിന് ശേഷം വന്ന 2 മെമ്പേഴ്സ് ഇവിടെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതുവഴി ഒരു ടീം ഇവിടെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അവിടെ ഒരാൾ ആക്റ്റീവാണ്. അങ്ങനെ 3ൻ്റെ കണക്കിലാണ് നമ്മുടെ ഈ ഒരു ടീം പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലിങ്കിൽ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 3 പേരെ മാത്രമേ ആക്റ്റീവ് ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നല്ല 3 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മളിതിൽ 5 പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അധികം ആക്റ്റീവ് അല്ലാത്ത 2 ID ഇന്നാക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും. അത് കമ്പനി തന്നെ ചെയ്തു തരും. ഇനി നിങ്ങൾ കൊടുത്ത പേര്, ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനിയിലുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട എല്ലാ ഓപ്ഷനും നമുക്ക് പുതിയ അപ്ഡേഷനിലൂടെ അത് വരുന്നതാണ്. നമ്മുടെ വാലറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ഇൻകം എത്രയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. 1 മാസം കഴിഞ്ഞാലാണ് നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അഡോമിനസ് എന്ന ഈ ഒരു സ്റ്റാറ്റസ് കമ്പനി അല്ലെങ്കിൽ സ്റ്റാറ്റസ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒട്ടുമിക്ക സംശയങ്ങളും തീർന്നു കാണും. രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം, വർക്ക് കിട്ടുന്ന കാര്യം, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലാണ് ഇതുപോലെയുള്ള ഓൺലൈൻ വർക്കിൻ്റെ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.